ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി മീനച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു അച്ചാർ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു അച്ചാറാണ്. ഞാനിതിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള അച്ചാർ പൊടി ഒന്നും ചേർക്കണില്ല. തന്നെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. മീൻ ക്ലീൻ ചെയ്ത് കിട്ടിയ പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതെന്ന് നോക്കാം. മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിന്ന് ഇവിടെ സ്രാവ് മീനാണ് എടുത്തിട്ടുള്ളത്. നല്ല കുഞ്ഞു സ്രാവാണ് ഇത്. സൂപ്പർ മാർക്കറ്റിൽ തന്നെ തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വാങ്ങിച്ചതാണ്. ഈ സ്രാവിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് വാങ്ങിച്ചു. ഇനി ഈ സ്രാവിന്റെ കഷ്ണങ്ങൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് മീനിൽ നന്നായി പുരട്ടിയെടുക്കാം. ഈ മസാലയൊക്കെ മീനിന്റെ എല്ലാ ഭാഗത്തും നന്നായി പിടിക്കണം. ഈ ഉണക്കസ്രാവിന്റെ അത്ര രൂക്ഷമായിട്ടില്ലെങ്കിലും ഈ പച്ചസ്രാവിനും ചെറുതായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ട്. മീൻ കഴുകുമ്പോൾ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കഴുകിയിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് കുറച്ച് കുറഞ്ഞു കിട്ടും. നമ്മളിത് വറുത്ത് അച്ചാറിട്ട് കഴിഞ്ഞാൽ പിന്നെ യാതൊരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. സാധാരണ ട്യൂണൊന്നും കൊണ്ട് അച്ചാർ ഇടണ പോലെയല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ് ഈ സ്രാവിന്റെ. പിന്നെ ഒട്ടും ഉള്ളില്ലാത്ത കാരണം കൊണ്ട് ചിക്കന്റെയും ബീഫിന്റെ ഒക്കെ അച്ചാർ കഴിക്കണ പോലെ കഴിക്കും ചെയ്യാം. ഈ മസാല പുരട്ടിയിട്ടുള്ള മീന് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. മീനിൽ മസാല പിടിക്കണ നേരം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിന്റെ ഇല ഇതെല്ലാം കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള മീനിന്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ മീനച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാള് കേടുകൂടാതിരിക്കും അച്ചാർ. മീനച്ചാർ എന്നല്ല കേട്ടോ, ഏത് അച്ചാറും നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മാസങ്ങളോളം കേടുകൂടാതിരിക്കും. ഈ നല്ലെണ്ണ നല്ലൊരു പ്രിസർവേറ്റീവും കൂടാണ്. ഞങ്ങൾ വീട്ടിൽ കഴിക്കാൻ ഉണ്ടാക്കുകയാണെങ്കിലും പുറത്തേക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും ഇതേ സെയിം രീതിയിലാണ് ഉണ്ടാക്കാറ്. മീൻ ഒരുപാട് സമയം എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് ഡ്രൈ ആയി പോകരുത്. മീനിലെ ജലാംശം മുഴുവൻ പോവും വേണം, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും വേണം. ആ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. അങ്ങനെ ആവുമ്പോൾ അച്ചാർ പെട്ടെന്ന് സെറ്റ് ആയി കിട്ടും. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ വെക്കേണ്ടി വരും മീനിന്റെ കഷ്ണത്തിൽ ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ട് ഒന്ന് കഴിക്കാൻ പാകത്തിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് മീൻ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, മീനിലെ ജലാംശമൊക്കെ ഒരുവിധം പോയിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. മീന് നന്നായി വെന്തിട്ടുണ്ട്, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എണ്ണയിലേക്ക് ഇട്ട പോലെയല്ല, മീൻ വറുത്ത് കോരിയപ്പോഴത്തേനും ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു കണ്ടോ. ഏകദേശം ഒരു 3/4 കിലോളം മീനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ചുണ്ടാവുള്ളൂ. ഇവിടെ ഈ അച്ചാറിടാനല്ലാണ്ട് കറി വെക്കാനോ വറക്കാനോ ഒന്നും ആയിട്ട് ഞങ്ങൾ ഈ സ്രാവ് അങ്ങനെ വാങ്ങിക്കാറില്ല. അതിന്റെ ആ സ്മെല്ല് ആർക്കും അത്ര അങ്ങോട്ട് പിടിക്കില്ല. പക്ഷെ അച്ചാറിടാനാണെങ്കിൽ അടിപൊളി മീനാട്ടോ. ഇപ്പൊ ഫസ്റ്റ് ട്രിപ്പ് മീനൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മീനും കൂടെ പൊരിച്ചെടുക്കാം. മീൻ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ എണ്ണയിലേക്ക് നമുക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഞാൻ മുറിക്കൊന്നും ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മളെ നാടൻ വെളുത്തുള്ളി, നല്ല കുഞ്ഞ വെളുത്തുള്ളി ആയിരുന്നു. അപ്പൊ പിന്നെ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ടാ മതി. ഈ മീനച്ചാറിലെ വെളുത്തുള്ളി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇഞ്ചിനൊക്കെ കൂടുതൽ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചിലരൊക്കെ അച്ചാറിൽ ഗ്രേവി കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചിട്ട് ചേർക്കണ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അങ്ങനെ അരച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അത് അത്ര അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ അരച്ച് ചേർക്കുമ്പോൾ ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ശരിക്കും അങ്ങോട്ട് മൂത്ത് വരാതെ ഒരു പച്ച ടേസ്റ്റ് ഉള്ള പോലെ തോന്നാറുണ്ട്. എനിക്ക് ആ ടേസ്റ്റ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലൊരു 2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും കറിവേപ്പിന്റെ ഇലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇന്നിപ്പോ ഞാൻ വെളുത്തുള്ളി എടുത്തതിന്റെ 4/1 ഭാഗം മാത്രമാണ് ഇഞ്ചി എടുത്തിട്ടുള്ളൂ. വളരെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ലാസ്റ്റ് ചേർത്തത്. ഇഞ്ചി ഒരുപാട് അങ്ങോട്ട് മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ് ടേസ്റ്റ് വരുള്ളൂ. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായി മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കായത്തിന്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ ഈ അച്ചാറിൽ ഇനി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അച്ചാർ പൊടിയൊന്നും വേറെ ചേർക്കണില്ല. വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവ പൊടിയും കായപ്പൊടിയും ചേർത്താൽ തന്നെ അച്ചാറിന്റെ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. നന്നായി വഴറ്റിയിട്ട് ആ പൊടികളുടെ ഒക്കെ ആ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഈ അച്ചാറിൽ എണ്ണ കൂടുതലാണെന്നൊക്കെ തോന്നും. പക്ഷെ അത് കുഴപ്പമില്ല. ഇത്രയെങ്കിലും എണ്ണ ഉണ്ടെങ്കിലാണ് ആ അച്ചാർക്ക് ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കുള്ളൂ. അച്ചാർ എടുക്കണ സമയത്ത് മുകളിൽ തെളിഞ്ഞിട്ടുള്ള ആ എണ്ണ ഇങ്ങോട്ട് മാറ്റിയിട്ട് എടുത്താൽ മതി. പൊടികളൊക്കെ നന്നായി മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ ചേർക്കാം. ചിലർ പറയാറുണ്ട് അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ചൂടാറിയതിന് ശേഷമാണ് വിനീഗർ ചേർക്കാൻ പാടുള്ളൂ എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും എങ്ങനെയാണ് ഉണ്ടാക്കാറ്, ഈ വിനീഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കും. ഇതാ കണ്ടോ, വിനീഗർ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ അച്ചാറിന്റെ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ നന്നായി തിളച്ചിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ. നമ്മുടെ ഗ്രേവി ഏകദേശം ഇവിടെ സെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള മീൻ ചേർക്കാം. ഇതാ കണ്ടോ, ഏകദേശം 750 ഗ്രാമോളം മീൻ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഇതാ വറുത്ത് കഴിഞ്ഞപ്പോ ഇതാ ഇത്രേ ഉള്ളൂ കണ്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഒരാഴ്ചക്ക് പോലും തികയില്ല. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ മീനച്ചാറ്. ഇപ്പൊ മീനൊക്കെ ഗ്രേവിയിൽ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ നോക്കിയപ്പോ എനിക്ക് കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കണുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സ്രാവ് മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കി പാടാനെ കഴിക്കാൻ പാടില്ല, ഒരു 2 ദിവസമൊക്കെ വെച്ചിട്ട് വേണം എടുക്കാൻ. അപ്പൊ ശരിക്കും ആ മീനിലേക്ക് ഉപ്പും പുളിയൊക്കെ നന്നായി പിടിച്ചിട്ട് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. എത്ര ദിവസം ഇരിക്കണോ അത്രത്തോളം ഈ അച്ചാറിന്റെ ടേസ്റ്റും കൂടും. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അച്ചാർ എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ആവുമ്പോൾ ഒരുപാട് നാള് കേടുകൂടാതിരിക്കും. അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും മീനച്ചാർ വാങ്ങി കഴിക്കില്ല. ആ കാര്യം ഉറപ്പാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.